അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഹാഷിമിൻ്റെ കഥ തുടങ്ങും മുമ്പ് ഈ ഒരു ഗാനം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്കായി സമർപ്പിക്കുന്നു. അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, ഒട്ടകമേട്ടിൽ സ്വപ്നമൊരുക്കും പ്രിയ സോദരർക്ക് അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. ദുരിതങ്ങൾ പറയാതെ, സുഖമേറെ അറിയാതെ, സ്വയം നൊന്ത് പാടുന്നു കിനാപക്ഷികൾ. കടൽ താണ്ടി വന്നാലും കൊടും ചൂടിലെന്നാലും കനൽ പോലെരിഞ്ഞാലും തരും പുഞ്ചിരി. അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. എത്രയെത്ര ശുഭസുദിനങ്ങൾ ജന്മനാട്ടിലൊരുങ്ങുമ്പോൾ ഉറ്റവർ ഉടയവരെല്ലാം കത്തുവായിച്ചിടുമ്പോൾ പൊന്നുവിളയും നാട്ടിലിവിടെ കണ്ണുനീരാൽ കഴിയുന്നു. എണ്ണിവിടെ പാവം, ഇവിടെ ആയുസ്സിവിടെ കുറയുന്നു. കൂടൊരുക്കാൻ മോഹമായി കൂടിറങ്ങി പോന്നവർ അകലെ അകലെ മരുഭൂമി, അവിടെയാണെൻ്റെ വീട്. നന്മയാണ് കർമ്മമെന്ന് ജന്മം കൊണ്ട് പറഞ്ഞവർ, പൂനിലാവിൻ പൂതിയെല്ലാം പാതി വഴിയിൽ പറഞ്ഞവർ. അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ, അല്ലാഹ് ഖൈർ ചെയ്യട്ടെ. സൗദി അറേബ്യയിലെത്തിയ ഹാഷിം ഒരുപാട് കൂട്ടുകാർക്ക് സ്വന്തക്കാരനായി മാറി. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ അവർ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ജോലിയുടെ കാര്യം ഹാഷിമിന് ഒരു അല്പം ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാഷിം ആഗ്രഹിച്ച പോലെയുള്ള ഒരു സ്പോൺസറെയല്ല ഹാഷിമിന് കിട്ടിയത്. ഓഫീസ് സെക്രട്ടറി പോസ്റ്റിലേക്ക് വിളിച്ച ഹാഷിമിനെ കൊണ്ട് അറബി സ്പോൺസർ എല്ലാം ചെയ്യിപ്പിച്ചു, എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചു. പക്ഷേ ഹാഷിം നാടിനു വേണ്ടിയാണല്ലോ, വീടിനു വേണ്ടിയാണല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഹാഷിം അവിടെ തന്നെ പിടിച്ചു നിന്നു. പക്ഷേ ജോലി ചെയ്യുന്ന ഇടയിലും ഹാഷിമും അവൻ്റെ പൊന്നുമ്മയെ ഓർക്കാൻ മറന്നില്ല. എൻ്റെ പൊന്നുമ്മ ഇപ്പോൾ ഇത് കാണുകയാണെങ്കിൽ, ഇത് അറിയുകയാണെങ്കിൽ, എൻ്റെ ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ ഉമ്മ എന്നോട് പറയുമായിരുന്നു, എൻ്റെ പൊന്നുമോനെ ഹാഷിം, നീ എന്തിനാ മോനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നീ നാട്ടിലേക്ക് വാ, നമുക്ക് ഇവിടെ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്ത് സമാധാനമായി ജീവിക്കാം. വലിയ വീടോ കാറോ ഒന്നും തന്നെ വേണ്ട. ഉമ്മയുടെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ്, എൻ്റെ മോനിങ്ങോട്ട് വാ. അറബ് നാട്ടിൽ ഇവിടെ ഇന്ന് ഞാനുമെത്തി ഉമ്മ, അലകടലിനക്കരയ്ക്ക് നാടെനിക്കോരോർമ്മ. പൊന്നുവാരി തിരികെയെത്താൻ ഉള്ളിലെൻ്റെ ആശ, ചില്ലുപാത്രം പോലെ പൊട്ടി വീണി നീ നിരാശ. അറബ് നാട്ടിൽ ഇവിടെ ഇന്ന് ഞാനുമെത്തി ഉമ്മ, അലകടലിനക്കരയ്ക്ക് നാടെനിക്കോരോർമ്മ. ചുമടെടുത്തു ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൻ തുള്ളിദാഹ ജലത്തിനായി കേണു. ചുമടെടുത്ത് ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൽ തുള്ളിദാഹ ജലത്തിനായി കേണു. അടിമയെന്ന ഞാൻ വിസയിൽ തീരെഴുതിയതാലേ
അവിടെ നിന്നും പോയൊരു നാൾ ഞാനൊരിക്കൽ ദൂരെ അറബ് നാട്ടിൽ ഇവിടെ ഇന്ന് ഞാനുമെത്തി ഉമ്മ അലകടലിനക്കരയ്ക്ക് നാടെനിക്കൊരോർമ്മ. സ്പോൺസറുടെ ഭാഗത്തു നിന്നുള്ള അതികഠിനമായ പീഡനം നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ വല്ലാതെ അങ്ങ് തളർത്തി. എൻ്റെ നാഥ, എനിക്ക് ശക്തി നൽകണമേ, എനിക്ക് മനക്കരുത്ത് നൽകണമേ. പക്ഷേ ക്രൂരനായ സ്പോൺസർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഹാഷിമിനെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിപ്പിച്ചു. വാഹനം ദിവസവും 2 പ്രാവശ്യം വാഷ് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ പൊള്ളുന്ന ചൂടിൽ ഹാഷിമിനോട് വീട് വൃത്തിയാക്കാൻ പറഞ്ഞു, വീടിൻ്റെ മുറ്റം വൃത്തിയാക്കാൻ പറയുന്നു, ചെടികൾക്ക് നനക്കാൻ പറയുന്നു, വണ്ടി കഴുകാൻ പറയുന്നു. അങ്ങനെ എല്ലാവിധ ജോലികളും ഒരു വേലക്കാരൻ എന്ന പോലെ ഹാഷിമിനെ കൊണ്ട് ചെയ്യിക്കുകയാണ്. എല്ലാം കൊണ്ടും സഹികെട്ട് ഹാഷിം അവസാനം സ്പോൺസറോട് അറിയാതെ അങ്ങോട്ട് കത്തിക്കയറി. ഇംഗ്ലീഷ് മാത്രം പ്രാവീണ്യമുള്ള ഹാഷിം ഇംഗ്ലീഷിൽ അറബിയോട് എന്തൊക്കെയോ പറഞ്ഞു. ഐ ഡോണ്ട് നോ, ഐ കാനോട്ട് ഡു ദീസ് തിങ്സ്, ദിസ് ഈസ് വെരി ബാഡ്, യു പീപ്പിൾ ചീറ്റിംഗ് മീ. അത് കേട്ട സ്പോൺസർ ليش انت ما في ليش ما يقدر انت ليش انت ما يقدر انت لازم تسوي هذا اوكي I don't know, I will not do this thing, I don't know, I came as a private secretary, no I cannot do. ഇംഗ്ലീഷ് അറിയാത്ത അറബിക്ക് ഇതുകൂടി കേട്ടപ്പോൾ ആകെ കലിപ്പ് കയറി. അദ്ദേഹം പോലീസിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇവനെ ചീത്ത പറയാണ്, ഇംഗ്ലീഷിൽ എന്തൊക്കെയോ പറയുന്നു. ഇംഗ്ലീഷ് അറിയാത്ത അറബിയിൽ എന്തൊക്കെയോ അവരോട് പറഞ്ഞുകൊണ്ട് ഇവനെന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ആ പോലീസിനോട് പറയുകയാണ്. അങ്ങനെ പോലീസ് നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ, ഒരു തെറ്റും ചെയ്യാത്ത ഹാഷിമിനെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. യാ അല്ലാ, ഇനി എന്ത്? നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിമിനെ പോലീസ് കൊണ്ടുപോവുകയാണ്. പടച്ചറബേ, അല്ലാഹുവേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നാഥ, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവിടെ ജോലി ചെയ്യുന്നു. എന്നിട്ടും നാഥ, എന്താണ് ഇങ്ങനെ ഒരു പരീക്ഷണം നാഥ? നമ്മുടെ ഹാഷിമിനെ കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അവിടെ നിന്നും എന്തൊക്കെയോ വലിയ കുറ്റങ്ങൾ ഹാഷിമിൻ്റെ മേൽ ചുമത്തുന്നു. അറബി എന്തൊക്കെയോ കളവുകൾ പോലീസിന് പറഞ്ഞു കൊടുത്തു. അന്നത്തെ കാലത്ത് ഇത്രയധികം തെളിവുകളോ ക്യാമറകളോ ഒന്നുമില്ലാത്ത കാലമാണ്. എന്താണോ അവർ പറയുന്നത് അതാണ് തെളിവ്. അപ്പോൾ അങ്ങനെ ആ സ്റ്റേഷനിലേക്ക് അവനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. 2 ദിവസം ആ ഉടുത്ത ഡ്രസ്സിൽ അവനെ ജയിലിൽ അടക്കപ്പെട്ടു. നാഥ, പരീക്ഷിക്കല്ല നാഥ, എൻ്റെ പ്രായമായ ഉമ്മ, രോഗിയായ ഉമ്മ നാട്ടിലാണ്. അല്ലാഹുവേ, എൻ്റെ ഉമ്മാക്ക് ഒന്നും വരുത്തരുതേ. ജയിലിലാണെങ്കിൽ പോലും നമ്മുടെ ഹാഷിം ഒരുപാട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, തമ്പുരാനെ, എൻ്റെ ഉപ്പ, പ്രായമായ ഉപ്പ, രോഗിയായ എൻ്റെ ഉമ്മ, പരീക്ഷിക്കല്ല നാഥ, എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നും എനിക്ക് പുറത്ത് കിടക്കാനുള്ള തൗഫീക്ക് നൽകണ നാഥ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ഖല്ലാഖിലാഹേ, ഞാൻ നിന്റെ റിളാക്ക് എല്ലാ വഖത്തിലും ദുആയിരക്കും. ജല്ല ജലാലേ, നീയാണഭയം, ജല്ല ജലാലേ, നീയാണഭയം,
ജന്മം സാഫല്യമാക്കി സദയം മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ മനസ്സിൻ മുറാദുകളറിയുന്നോനേ നിത്യവും നിന്റെ മുന്നിൽ സുജൂദിൽ വീണ് നീറും വ്യഥയെണ്ണി കരഞ്ഞിടുന്നു. ഇതേ സമയം നാട്ടിൽ ഉമ്മയും ഉപ്പയും സഹോദരിയും വീട്ടിൽ. അർഷിമോളെ, ഹാഷിമോൻ വിളിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. അവൻ വിളിച്ചിരുന്നോ? അവന് സുഖമല്ലേ? ജോലിക്ക് പോയിട്ട് ഇതുവരെ ഉമ്മാനൊന്നും വിളിച്ചില്ലല്ലോ. ഉമ്മ, ഹാഷിം വിളിച്ചിരുന്നോ? സുഖമാണെന്നാണ് പറഞ്ഞത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അവൻ ജോലിക്ക് കയറിയതല്ലോ ഉമ്മ, അപ്പൊ കയറിയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അതിൻ്റെതായൊരു തിരക്കുകളൊക്കെ ഉണ്ടാവും. ഉമ്മ വിഷമിക്കാതിരിക്കുമ്മ, ഹാഷിം വിളിച്ചോളൂ. അല്ല മോളെ, എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റിയാലും ഒരു ഉമ്മാന്റെ മനസ്സ് നോവും. എനിക്കറിയാം എൻ്റെ കുട്ടിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പടച്ചോനെ, എൻ്റെ കുട്ടിക്ക് യാതൊരു ആപത്തും വരുത്തരുതേ. എൻ്റെ കുട്ടിയെ സമാധാനത്തോടെ സന്തോഷത്തോടു കൂടെ റാഹത്തായി നീ ജോലിയിൽ ബർക്കത്ത് നൽകണേ നാഥ. ഉമ്മാന്റെ മനമൊരുകിയുള്ള പ്രാർത്ഥന. അല്ലാഹുവേ, എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കരുതേ. ഇതേ സമയം അങ്ങ് സൗദിയിൽ ഹാഷിം ആദ്യം പോലീസിന്റെ എല്ലാവിധ ചെക്കപ്പും അവസാനിച്ചതിന് ശേഷം ഹാഷിമിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു ദിവസമായി വല്ലതും കഴിച്ചിട്ട് വിശപ്പില്ല എങ്കിലും ജീവന് വേണ്ടിയിട്ട്, ജീവൻ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിച്ചേ മതിയാവും. അവർ നൽകിയ ഉണക്കറൊട്ടിയും പിന്നെ പച്ചവെള്ളവും കുടിച്ചുകൊണ്ട് ഹാഷിം ജീവന് വേണ്ടി, എൻ്റെ ഉമ്മാക്ക് വേണ്ടി, എൻ്റെ ഉപ്പാക്ക് വേണ്ടി, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. പടച്ചോനെ, അല്ലാഹുവേ, ഈ ദുരിതത്തിൽ നിന്ന് ഒന്ന് കരകയറ്റണം നാഥ. അങ്ങനെ എല്ലാവിധ പരിശോധനകളും കഴിഞ്ഞ ശേഷം ഹാഷിമിനെ മറ്റൊരു സെല്ലിലേക്ക് മാറ്റുകയാണ്. അവൻ പറയുന്നുണ്ട്, ഐ ആം ഇന്നസെന്റ്, ഐ ഡോണ്ട് നോ എനിത്തിങ്, ഐ ആം ഇന്നസെന്റ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ അയാൾ കളവ് പറഞ്ഞു കുടുക്കിയതാണ്. ഇല്ല, ഞാനൊരു പാവമാണ്. എനിക്കൊരു ഉമ്മയുണ്ട്, രോഗിയായ ഉമ്മ. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടണം. മനസാക്ഷിയുള്ള ആരെങ്കിലും ഒന്ന് എന്നെ സഹായിക്കണം. ജയിലിനുള്ളിൽ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഹാഷിം പൊട്ടിക്കരഞ്ഞു. യാ അല്ലാഹ്, ഇതിന് മാത്രം ഞാൻ എന്ത് കുറ്റമാണ് നാഥ ചെയ്തത്? നാട്ടിൽ സമാധാനത്തോടുകൂടി ഉമ്മയോടൊപ്പം കഴിഞ്ഞ എനിക്ക് നാഥ എന്തിനീ അവസ്ഥ വരുത്തുന്നു? എൻ്റെ ഉമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാൻ ഉമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? 1000 പോറ്റുമ്മ വന്നാലും സ്വന്തം പെറ്റുമ്മയായിടുമോ? ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി. ഉതിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളി. ഒരുപാട് സ്വപ്നങ്ങളുമായി കടൽ കടന്ന ഹാഷിമിന് ഈയൊരു അനുഭവം ഹാഷിമിൻ്റെ മനസ്സിനെ വല്ലാതെ തളർത്തി. ഹാഷിം ശരിക്കും ഒറ്റപ്പെട്ടു പോയി. ഇരുട്ടുമുറിയിൽ ഒന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല, സഹായത്തിന് ആരുമില്ല. എൻ്റെ ഉമ്മയെ കാണാനുള്ള ആഗ്രഹം അതിയായി വരുന്നു. എന്താണ് ഞാൻ ചെയ്യേണ്ടത് പടച്ചോനെ?
പടച്ചോനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാഷിം അവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ജയിലിനുള്ളിലാണെങ്കിൽ കൊടും തണുപ്പ്. ആകെ പുതക്കാൻ കിട്ടിയത് ഒരു പുതപ്പ് മാത്രം. വെറും തറയിൽ ഒരു പുതപ്പ് വിരിച്ചുകൊണ്ട് ഹാഷിം, നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം ചുരുണ്ടി കിടന്നു. നാഥ, എന്തൊരു തണുപ്പ്! പടച്ചറബേ, അപ്പോൾ നമ്മുടെ യൂനുസ് നബിയെല്ലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ എങ്ങനെയായിരിക്കും പെട്ടിരിക്കുക? എത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും ആ പ്രവാചകൻ യൂനുസ് നബി. നാഥ, ഈ ദുരിതത്തിൽ നിന്ന് ഒന്ന് കരകയറ്റണ തമ്പുരാനെ, ക്ഷമ നൽകണേ നാഥ. അള്ളാഹുവിനോട് മനമൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഹാഷിം ചുരുണ്ടുകിടന്നു. ആ സമയത്താണ് ഒരു പോലീസുകാരൻ വന്ന് ഹാഷിമിനെ വിളിച്ചു കൊണ്ടുപോകുന്നത്. ഹാഷിം, നിങ്ങൾക്ക് വാഷ്റൂം പോകണമെങ്കിൽ അപ്പുറത്തുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെള്ളം അപ്പുറത്തുണ്ട്. ഓക്കെ, എന്താവശ്യമുണ്ടെങ്കിലും ഒരു ബെൽ ഇതമർത്തുക. ഹാഷിമിനോട് ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. ഹാഷിം ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. ഹാഷിമിന് വളരെ പെട്ടെന്നാണ് വയറുവേദന, കലശലായ വയറുവേദന. അല്ലാഹുവേ, എന്തു ചെയ്യും? വേദനക്കൊരു മരുന്നുമില്ല. രാത്രി 2 മണിയായിരിക്കുന്നു, അർദ്ധരാത്രി. ഞാൻ എന്തു ചെയ്യും? എനിക്ക് വാഷ്റൂമിൽ പോകണം. രാവിലെ പിടിച്ചു നിൽക്കുന്നതാണ്. അവൻ മനസ്സോടുകൂടി അതമർത്തി, ആ സ്വിച്ച് അമർത്തി. അപ്പോഴേക്കും ഒരു സെക്യൂരിറ്റിക്കാരൻ വരുന്നു. ഹാഷിമിന് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യം. വാഷ്റൂമിൽ പോകുമ്പോൾ ഹാഷിം കരുതി അങ്ങനെ സാധാ നടത്തിക്കൊണ്ടുവന്ന് പോകുന്നതെന്ന്. പക്ഷേ അവൻ്റെ രണ്ട് കാലിലും ചങ്ങലയിട്ടുകൊണ്ടാണ് ബാത്റൂമിലേക്ക് അവർ വിടുന്നത്. ബാത്റൂമാണ്. നടക്കാൻ വയ്യാതെ വേച്ച് നടന്നുകൊണ്ട് നമ്മുടെ ഹാഷിം ബാത്റൂം ലക്ഷ്യമാക്കി പോകുന്നു. പോലീസുകാരൻ പുറത്ത് കാവൽ. ഹാഷിം പതുക്കെ നടന്നു. നാഥ, ഇതിലേറെ ഇത്രമാത്രം അനുഭവിക്കാൻ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല നാഥ. നിരപരാധിയാണ് തമ്പുരാനെ. അല്ലാഹുവേ. അങ്ങനെ പതുക്കെ വാഷ്റൂമിൽ കടക്കുന്നു. വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും വാഷ്റൂമിൽ കയറി ഹാഷിം പുറത്തേക്ക് വരുന്നു. വീണ്ടും വേച്ച് നടക്കുന്നു. ഒന്ന് കാലൊന്ന് അകത്തി വെച്ച് നടക്കാൻ പോലും ഹാഷിമിന് സാധിക്കുന്നില്ല. ആ ചങ്ങലയുടെ വലിപ്പം മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. എങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം എല്ലാം ക്ഷമിച്ചുകൊണ്ട് വീണ്ടും റൂമിലേക്ക് വരുന്നു. റൂമിലെത്തി ജയിലറക്കുള്ളിൽ, ആ ഇരുമ്പഴിക്കുള്ളിൽ വീണ്ടും ഹാഷിം കയറുകയാണ്. അങ്ങനെ ഹാഷിം ജയിലിനുള്ളിൽ എങ്ങനെയോ രാവിലെ എണീക്കുന്നു. രാവിലെയായി. എണീറ്റ ശേഷം ഹാഷിമിനെ വിളിച്ചു കൊണ്ടുപോകുന്നു. എല്ലാവരെയും, അതായത് പല കേസുകളിൽപ്പെട്ട ആളുകളെ വലിയ ഒരു ഹാളിലേക്ക് വിളിച്ചു വരുത്തുന്നു. എല്ലാവരെയും, അവിടെ പല രാജ്യത്തു നിന്നുള്ള ആളുകൾ, ചെറിയ കുറ്റം, വലിയ കുറ്റം, എല്ലാവരെയും ഒരു റൂമിൽ ആക്കുന്നു. ഒരൊറ്റ റൂമിലാക്കിയതിനു ശേഷം ഓരോരുത്തരെയും സെപ്പറേറ്റ് ഓരോ വാതിലിനടുത്തേക്ക് വിടുന്നു. അവിടെ നിന്നും എല്ലാവിധ ഡ്രസ്സും അഴിച്ചുകൊണ്ട് അവരെ പരിശോധിക്കുന്നു. എന്തെങ്കിലും ഉണ്ടോ, ശരീരത്തിൽ വല്ലതുമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവരുടെ ഫോണ് കാര്യങ്ങളെല്ലാം പിടിച്ചു വെച്ചു. അതിനുശേഷം അവരുടെ കയ്യിൽ അവർക്ക് ആവശ്യമുള്ളൊരു പാത്രവും ഒരു പുതപ്പും കുറച്ച് വെള്ളവും മാത്രം. പിന്നെ ഓരോരുത്തരെയും അടുത്ത സെല്ലിലേക്ക് മാറ്റുകയാണ്. ഓരോരുത്തരെയും ഓരോ സെല്ലിലേക്ക്. യാ അല്ലാഹ്, ദുരിതം നിറഞ്ഞ ജീവിതത്തിലൂടെ, നമ്മുടെ നാളുകളിലൂടെ നമ്മുടെ ഹാഷിം അങ്ങനെ കടന്നു പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു. ഹാഷിം പറയുന്നു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹം കളവ് പറഞ്ഞതാണ്. എൻ്റെ സ്പോൺസർ കളവ് പറഞ്ഞതാണ്. ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ഒന്ന് വിടൂ. എനിക്ക് പ്രായമായൊരു ഉമ്മയുണ്ട്. എനിക്ക് ജോലി വേണ്ട. ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. ഞാൻ നാട്ടിലേക്ക് പോവാം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹാഷിമിനെ അടുത്തുള്ള ജയിൽ റൂമിലേക്ക് മാറ്റുകയാണ്. ഓരോ രാജ്യത്തുള്ള ആളുകളായതുകൊണ്ട് ഹാഷിമിന് കൂടെ ഒരു മലയാളിയായ
ഒരാളെ കിട്ടി. അയാളും ഇതുപോലെ ഏതോ ഒരു കള്ളക്കേസിൽ കുടുക്കിയതാണ്. അപ്പോൾ ഹാഷിം അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഇല്ല, ഞാനും കാര്യമായൊന്നും ചെയ്തില്ല. ഒരു ചീറ്റിംഗ് കേസിൽ ഞാനും ഇവിടെ അകപ്പെടുകയായിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിയതായിരുന്നു. എൻ്റെ പെട്ടി വരെ ഞാൻ കെട്ടിവെച്ചിരുന്നു. എൻ്റെ മക്കൾക്കുള്ള ചോക്ലേറ്റ് ഞാൻ വാങ്ങി വെച്ചിരുന്നു. എൻ്റെ ഭാര്യ എനിക്ക് 2 ദിവസം മുമ്പാണ് കത്തയച്ചത്. ആ കത്ത് ഞാൻ വായിച്ചു. സന്തോഷം കൊണ്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. ഞാൻ സന്തോഷപ്പെട്ട് തുള്ളിച്ചാടിയ കത്ത്. ആ കത്തിൽ പറഞ്ഞത് എന്താണ് നിങ്ങൾ കേൾക്കണോ? അക്കരെയുള്ളൊരു മാരനയച്ചോരത്തറ് പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തുടിച്ചേ, മുല്ലപ്പൂമാല കൊരുത്തതുപോലവനെഴുതിയ കത്തിനകത്ത് സല്ലാപം കണ്ടിട്ടവളും കോരിത്തരിച്ചേ. ബിസ്മിലാരംഭിച്ചൊരു കത്ത് വിസ്തരിച്ചെഴുത് സലാമൂരത്ത്, ബിസ്മിലാരംഭിച്ചൊരു കത്ത് വിസ്തരിച്ചെഴുത് സലാമൂരത്ത്. ഞാനീതാ വരുന്നുണ്ടല്ലോ അക്കരെ നിന്നും മാരനയച്ചോരത്തറ് പൂശിയ കത്തിലെ ചക്കര മുത്തങ്ങൾ കൊണ്ടുള്ളം തുടിച്ചേ. എൻ്റെ ഭാര്യക്ക് അവസാനമായി ഞാൻ എഴുതിയ കത്തായിരുന്നു അത്. പിന്നെ അവൾ തിരിച്ചു മറുപടി അയച്ചോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഇവിടെ അകപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഒരു നാൾ എല്ലാ സത്യവും പുറത്തു വരും. ഞാൻ പുറത്തിറങ്ങും. നിങ്ങളും പേടിക്കണ്ട. പ്രിയപ്പെട്ട ഹാഷിം, നിങ്ങൾക്കറിയാമോ, നിരപരാധികൾ ഒരിക്കലും ഇവിടെ ജയിലിൽ കഴിയേണ്ടതില്ല. ഒരു നാൾ നമ്മുടെ സത്യം പുറത്തു വരും. നിങ്ങൾ പേടിക്കണ്ട. നമ്മുടെ കാരുണ്യവാനായ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഇൻഷാ അല്ലാഹ് മനമൊരുക്കി പ്രാർത്ഥിക്കുക. നമ്മുടെ ഉമ്മമാരുടെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാം ഒരു നാൾ ശരിയാവും. ജയിലിലായ നമ്മുടെ ഹാഷിമും ജയിലിൽ നിന്ന് പരിചയപ്പെട്ട ആ മലബാരിയും കൂടി അങ്ങനെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. ക്ഷീണം കൊണ്ട് ഹാഷിം മയങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് നമ്മുടെ ഹാഷിം ഉറങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെ ഓരോ ദിവസവും ഒപ്പിടാൻ വേണ്ടി അവരെ വിളിക്കുകയാണ് നാട്ടിലേക്ക്. നമ്മുടെ ഹാഷിം ചിന്തിച്ചു, നാട്ടിലേക്കൊന്ന് വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നാഥ, എങ്ങനെങ്കിലും ഒരു അവസരം നൽകണേ. നാട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ സാധിച്ചെങ്കിൽ എനിക്ക് എന്തൊരു സന്തോഷമാവുമായിരുന്നു. നാഥ, ഒരു അവസരം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, എൻ്റെ ഉമ്മാക്ക് രോഗശമനം നൽകണേ, സമാധാനം നൽകണേ നാഥ. അല്ലാഹുവേ. ചുമടെടുത്തു ചോര തുപ്പി ഞാനൊരു നാൾ വീണു, ചുടുമണലിൽ തുള്ളിദാഹ ജലത്തിനായി കേണു. അടിമയെന്ന ഞാൻ വിസയിൽ തീരെഴുതിയതാലേ, അവിടെ നിന്നും പോയൊരു ഞാനൊരിക്കൽ ദൂരെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട ഹാഷിം എത്രയും വേഗം രക്ഷപ്പെടുമെന്ന പ്രത്യാശയോടുകൂടി ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും വേണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്കുള്ള വിജയം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.